ഗേറ്റ് എക്സാം എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ സംശയങ്ങളിൽ ഒന്നാണ് എത്ര മാർക്ക് സ്കോർ ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിലാണ് IIT-കളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ ഒരു വീഡിയോയുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഗേറ്റിൽ എത്ര മാർക്ക് കിട്ടിയാൽ ഇന്ന IIT-യിൽ കിട്ടുമെന്നുള്ള ഈ ഒരു ഡാറ്റയാണ്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ അലോട്ട്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ ഒരു ഡാറ്റ ഇപ്പം നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില IIT-കളിൽ ഇപ്പം നമുക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന IIT-കളിൽ ഒന്നായിട്ടുള്ള IIT മദ്രാസ് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു IIT മദ്രാസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് IIT-ൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ ഗേറ്റ് സ്കോർ 709 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IIT അഡ്മിഷൻ കിട്ടും. ഈ ഗേറ്റ് സ്കോർ എന്ന് പറയുമ്പോൾ 709 മാർക്ക് അല്ല കേട്ടോ, 709 സ്കോറാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട് 1000 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത്. സോ ഗേറ്റ് സ്കോർ അതായത് പെർട്ടിക്കുലർ മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്കോർ ആണത്. അപ്പോൾ ഈ ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മദ്രാസിൽ അഡ്മിഷൻ കിട്ടും. OBC ആണെങ്കിൽ കേവലം 557 കിട്ടും. അതൊക്കെ ചിലപ്പം വേരി ചെയ്യും കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ സ്പോട്ട് അലോട്ട്മെന്റിലൊക്കെ ആയിരിക്കും ഈ ഒരു നമ്പറിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ദെൻ EC-യിൽ നോക്കുകയാണെങ്കിൽ 677 സ്കോർ വേണ്ടത്. അത്യാവശ്യം കുറച്ചുകൂടി കൂടുതൽ സ്കോർ വേണം. ഇവിടെ OBC-യിൽ 553 സിവിലിൽ 759 അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആണ്. സിവിലിൽ MTech കുറച്ചുകൂടി എന്താണ് ഡിമാൻഡിങ് ആണ് സിവിലും കമ്പ്യൂട്ടർ സയൻസിലും. അതുകൊണ്ട് തന്നെ അവിടെ സ്കോർ കുറച്ച് കൂടുതലാണ്. 703 OBC കാറ്റഗറിയിൽ വരുന്നുണ്ട്. മെക്കാനിക്കലിൽ 702 മാർക്കെങ്കിലും വേണം. ഇവിടെ 642 മാർക്ക് ഇവിടെയും വേണം. കമ്പ്യൂട്ടർ സയൻസിൽ 845 അതേപോലെ 708. കമ്പ്യൂട്ടർ സയൻസും സിവിലുമാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സ് എവിടെ വരുന്നത് നമ്മൾ IIT മദ്രാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വരുന്നത്. സോ ഇത് ഇനിയും വേരിയേഷൻ വന്നേക്കാം, കാരണം സ്പോട്ട് അലോട്ട്മെന്റുകളൊക്കെ പിന്നീട് നടക്കാറുണ്ട്. സോ അത്തരം സ്പോട്ട് അലോട്ട്മെന്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇത്തരം കോളേജുകളിൽ അഡ്മിഷൻ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ദെൻ നമ്മൾ IIT ഡൽഹി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കുറവാണ്. ഇവിടെയും കമ്പ്യൂട്ടർ സയൻസിന് അത്യാവശ്യം വലിയ നമ്പറിലേക്ക് തന്നെ പോയിട്ടുണ്ട്. സിവിൽ അത്രത്തോളം ഹൈ ആയിട്ടില്ലെങ്കിലും ഈ കൂട്ടത്തിൽ മറ്റുള്ള ബ്രാഞ്ചിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലോ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇലക്ട്രിക്കലിൽ 550 500 ജനറലിലും OBC-യിലും വരുന്നത്. EC-യിൽ 550 500 അതേപോലെ മെക്കാനിക്കലിൽ 500 മാർക്ക് തന്നെയാണ് OBC-യിലും ജനറലിലും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ IIT ഡൽഹി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മലയാളികൾ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു IIT തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IIT ബോംബെ അത്യാവശ്യം നല്ല എന്താ പറയുക ഏറ്റവും ഡിമാൻഡുള്ള ഒരു ബെസ്റ്റ് കോളേജിൽ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ NITs നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് NIT ഒക്കെ വലിയ റാങ്കിങ് ഉള്ള കോളേജാണ്. അതേപോലെ IIT-കളിൽ ഏറ്റവും മികച്ച റാങ്കിങ് ഉള്ള ഒരു കോളേജാണ് IIT ബോംബെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്കോറും അത്യാവശ്യം നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നതായി കാണാം. 638 മാർക്കാണ് ഇലക്ട്രിക്കലിൽ, 529 OBC-കൾക്ക്, EC-യിൽ 846 752. അപ്പോൾ ചില കോളേജുകളിൽ ബ്രാഞ്ചസ് കുറച്ചുകൂടി എന്തായിരിക്കും, ഓരോ ബ്രാഞ്ചും കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ചില ബ്രാഞ്ചിന് സ്പെഷ്യൽ മാർക്ക് അവിടെ വരാം എന്നുള്ളതാണ്. സിവിൽ 748 667, മെക്കാനിക്കൽ 739 652, കമ്പ്യൂട്ടർ സയൻസ് അത്യാവശ്യം കുറവായിട്ട് കാണുന്നുണ്ട് 675 558 എന്ന് പറയുന്ന നമ്പറിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് IIT കാൺപൂരിൽ 787 697 ഇലക്ട്രിക്കൽ, സിവിലിൽ 600 517, മെക്കാനിക്കലിൽ 702 641, കമ്പ്യൂട്ടർ സയൻസിൽ 866 805. അപ്പോൾ ഇങ്ങനെയാണ് IITs-കളിലെ കട്ട് ഓഫുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഒരുപാട് IITs ഉണ്ട് അല്ലേ. അതേപോലെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു ഫോം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതായത് എല്ലാ IITs-കളിലും എത്രത്തോളം സ്കോർ ചെയ്ത ആളുകളാണ്, ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളാണ് MTech-ന് അഡ്മിഷൻ കിട്ടിയെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, IIT-യിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൽ നമുക്ക് ഉണ്ടാകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഒരു IIT ഗ്രാജുവേറ്റിന് എപ്പോഴും ഏതൊരു ഇന്റർവ്യൂസിൽ പോവുകയാണെങ്കിലും ഏതൊരു ജോബ് ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും ഒരു പ്രയോറിറ്റി അവിടെ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും ക്വാളിറ്റിയുള്ള ആളായിരിക്കും അല്ലേ. നിങ്ങൾ പഠിച്ചത് BTech ഏത് കോളേജിൽ പഠിച്ച ആളുകളായിക്കോട്ടെ, നിങ്ങൾ IIT ടാഗ് ലൈനോട് കൂടി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗേറ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ചോയ്സ്. അപ്പോൾ ഗേറ്റ് നമ്മൾ എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻട്രിയുടെ ഗേറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഗേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാലികേറ മലയല്ല. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിച്ചു
കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ മികച്ച എക്സാംസുകളിൽ ഒന്ന് തന്നെയാണ് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രിയുടെ ഗേറ്റ് എക്സാമിൽ നിങ്ങളെ നയിക്കാൻ പോകുന്നത് കേരളത്തിൽ ഇന്നലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ്. ഹൈദരാബാദ്, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് ഗേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് ഗേറ്റ് കോഴ്സിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ ഗേറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് പഠിച്ചിടുക. നല്ല സ്കോറോട് കൂടി മികച്ച IIT തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.